ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അവൽ വെച്ച് ഒരു ലഡുവാണ്. ഇത് നിങ്ങൾ വൈകുന്നേരം കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. ആദ്യം തന്നെ 2 കപ്പ് വെള്ള അവൽ എടുത്തിട്ട് നല്ലോണം ക്ലീൻ ചെയ്ത് കഴിഞ്ഞ ശേഷം അത് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമ്മളത് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. ഒരു 2 to 3 മിനിറ്റ്സ് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. സിമ്മിൽ വെച്ചിട്ടാണ് ഞാൻ വറുക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ കളർ നമ്മളത് ഫുൾ ഫ്ലെയിമിൽ വെക്കരുത്, കരിഞ്ഞു പോകും. സിമ്മിൽ വെച്ചിട്ട് ഒരു 2 to 3 മിനിറ്റ്സ് നല്ലോണം വറുത്തെടുക്കുക. അത് കഴിഞ്ഞ ശേഷം അത് ഒരു പാത്രത്തിലിട്ട് ആറാനായിട്ട് വയ്ക്കുക. നന്നായി ആറണം. നമ്മളത് പൊടിച്ചെടുക്കേണ്ടതാണ്, അതുകൊണ്ട് നന്നായി ആറണം. പിന്നെ അതേ പാത്രത്തിൽ തന്നെ ഒരു 1/2 കപ്പ് തേങ്ങ തിരുമ്മിയെടുത്ത് അത് നന്നായിട്ട് വറുത്തെടുക്കണം. എല്ലാം പ്ലെയിനായിട്ടാണ് വറക്കുന്നത്, ഞാൻ വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അത് വറുത്ത് ഞാൻ എടുത്ത് വെച്ചു. അത് കഴിഞ്ഞ ശേഷം അവൽ നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഒരു 2 പ്രാവശ്യമായിട്ടാണ് ഞാനത് പൊടിച്ചെടുക്കുന്നത്. ആ വറുത്ത അവൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇത് വൈകുന്നേരത്തെ ഒരു 4 മണി പലഹാരമായിട്ട് നമ്മൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. വേഗത്തിൽ തന്നെ നമ്മൾക്കിത് ചെയ്യാം. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ നിലക്കടല ഒരു 1/4 കപ്പ് എടുത്തിട്ട് വറുത്ത് തൊലിയെല്ലാം കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കാഷ്യൂനട്ടും വറുത്ത് നമ്മളെടുത്ത്, ഇതാണ് നിലക്കടല, വറുത്ത നിലക്കടല എടുത്തത്. പിന്നെ കാഷ്യൂനട്ട് വറുത്തത് ഒരു 1/4 കപ്പ്, അത് ഇതിൻ്റെ കൂടെ കുറച്ചിട്ട് കഴിഞ്ഞ ശേഷം കുറച്ച് ഏലക്ക, 1 ടീസ്പൂൺ ഏലക്ക പൗഡർ അതിൻ്റെ അകത്തിട്ട്, പിന്നെ കുറച്ച് ഉപ്പ് അതിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. പൊടിച്ച് നമ്മൾ ആ അവലിൻ്റെ കൂടെ തന്നെ നമ്മൾ ചേർക്കുക. പിന്നെ അത് കഴിഞ്ഞ ശേഷം തേങ്ങ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം തേങ്ങ 1/2 കപ്പ് നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഇത് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്ത് ഇതിൻ്റെ കൂടെ തന്നെ മിക്സ് ചെയ്യുക. എല്ലാം ചേർത്ത് നന്നായി യോജിപ്പിക്കണം, നന്നായി ഇളക്കിയെടുക്കണം. കപ്പലണ്ടിയും കാഷ്യൂനട്ടും എല്ലാം നന്നായി യോജിച്ച് വന്നതിന് ശേഷം ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് ഞാൻ നേരത്തെ ഉരുക്കി വെച്ചിരുന്ന ശർക്കരയുടെ പാനിയാണത്, അത് 1 കപ്പ് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ചൂടായി വരണം. തിളയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് അത് തിളയ്ക്കാൻ തുടങ്ങുന്നുണ്ട്. ആ സമയത്ത് ഈ പൗഡർ അതിനോടുകൂടി നമ്മൾ ഇട്ട് കൊടുക്കണം. ആ പാനിയിലേക്ക് ഈ പൗഡർ ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കണം. നന്നായി ഇളക്കി ശർക്കരയും അവലും നന്നായിട്ട് യോജിച്ച് കഴിഞ്ഞ ശേഷം ഇത് നന്നായിട്ട് വറ്റി വരും. അതുവരെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു നെയ്യ് 1 ടീസ്പൂൺ ആഡ് ചെയ്യുവാണ്. എന്നിട്ട് നന്നായി ഇളക്കണം, നന്നായി ഇളക്കിയെടുക്കണം. ഇത് എളുപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പിന്നെയും ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിക്കുകയാണ്. വേഗം തന്നെ പിള്ളേർ സ്കൂൾ വിട്ട് വരുന്നതിന് മുമ്പ് നമുക്ക് ഉണ്ടാക്കി വെച്ചാൽ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. പിന്നെ സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി കുറച്ച് നേരം നമ്മൾ 2 to 3 മിനിറ്റ്സ് തണുക്കാൻ വെക്കുക. നന്നായി ഇത് ആറണം. കയ്യിൽ നമ്മൾ തൊട്ട് നോക്കുന്ന സമയത്ത് ആ ഒരു ചെറു ചൂട് മാത്രം മതി. നന്നായി ആറിക്കഴിഞ്ഞ ശേഷം നമുക്കിത് നോക്കാം. ഇത് നന്നായിട്ട് ആറി വീണ്ടും ഞാനത് ആ ചൂടോടുകൂടി, ചെറു ചൂടേ ഉള്ളൂ, കൈകൊണ്ട് കുഴച്ചെടുക്കുകയാണ്. കുഴച്ചെടുത്ത് കഴിഞ്ഞ ശേഷം അത് നമ്മൾ ഒരു നാരങ്ങയുടെ വലിപ്പത്തിൽ അത് നമുക്ക് ഉരുട്ടിയെടുക്കണം. എല്ലാം നന്നായിട്ട് എനിക്കൊരു 18 എണ്ണം കിട്ടി കേട്ടോ. ഈ മിക്സിൽ നമുക്കൊരു 18 ലഡു കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് നെയ്യ് അവിടെ കയ്യിൽ തൊട്ടിട്ട് അത് ഒരു ഉരുണ്ട എടുത്ത് നാരങ്ങ വലിപ്പത്തിലുള്ള ഒരു ബോൾ എടുത്തിട്ട് നന്നായി ഉരുട്ടി ഒരു കാഷ്യൂനട്ട് അതിൽ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് വെച്ച്, ഞാനിത് ഒരു അവൽ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഒന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക.
ഇങ്ങനെ തന്നെ എല്ലാം ബോളും ഉണ്ടാക്കി എടുക്കുക. ഇത് ഒരു വൈകുന്നേരത്തെ പലഹാരമായിട്ട് ഉണ്ടാക്കുക. വളരെ നല്ലതാണ്, ഹെൽത്തിയാണ്, എളുപ്പം ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. Thank you viewers. Thank you for watching my video. Thank you. Bye.